എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്നും ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനിവിടെ വളർത്തുവാണെന്നുമാണ് ഈ നായിന്റെ മോൻ മെയിൽ അയച്ചിരിക്കുന്നത്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. വേണ്ട വെച്ചമ്മി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. എന്താ ഉറക്കം വരുന്നു. ഈ അണ്ടർ സർവേലൻസ്. നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ളതാണ്. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ പോലുള്ള എത്ര കള്ളന്മാരെ ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആക്ച്വലി ഫൗണ്ട് എ പേഴ്സൺ. ആരാന്ന് ഞങ്ങൾ പറയില്ല. ഇപ്പൊ അടിപൊളി, എങ്ങനെ ചെയ്തു? ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ്. പ്രാക്ടീസ്. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസുകാർ കണ്ടുപിടിച്ച് വെച്ച ഫൈൻഡിങ്ങും എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും 5-6 പേര് കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും IP അഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഒരാളുടെ അടുത്തേക്കാണ്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെ. So with the help of some of my followers, I found you. I found his number. നീ എങ്ങനെ പറഞ്ഞോടാ? ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാണ്. നിനക്ക് പൊലകുളിയും തമാശ ഇല്ലയോടാ? എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.